ഇന്നലെ പെയ്ത മഴയിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് പറമ്പിലുണ്ടായതെന്നൊന്ന് നോക്കാൻ വേണ്ടി മെല്ലനെ അങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. കുറേ മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട്. ഒലിച്ച ചാലുകളാണ് ഇങ്ങനെ കാണുന്നത്. നായ്ക്കൾക്കും ഒക്കെ ആ ചൂട് പോയൊരു സമാധാനമാണ്. എന്തൊരു ഇടിയും മഴയായിരുന്നു ഇന്നലെ ഉണ്ടായത്. അമ്മോ, പേടിയായി. പിന്നെ കുളത്തിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ പോയി ഞാൻ വിചാരിച്ചു മണ്ണും എല്ലാം കൂടെ ചളികളെല്ലാം കൂടെ കുളത്തിൽ ആയിട്ടുണ്ടാവുമെന്ന്, ഒലിച്ച് കുളത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് കരുതി. നോക്കിയപ്പോൾ ഇല്ല, ഒക്കെ പറമ്പിലേക്ക് വേറെ ചാലായിട്ട് പറമ്പിലേക്ക് തന്നെ പോയതാണ്. വെള്ളമൊന്നും കേടായിട്ടില്ല. പല ഭാഗത്തായിട്ട് നായ്ക്കളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് വളരെ സുഖമായിട്ട്. ഈ വള്ളിപ്പടർപ്പിൻ്റെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചൂടറിയേയില്ല കേട്ടോ. നല്ല സുഖമാണ്. കാണുന്നവർക്ക് ചിലർക്ക് ഒരു അഭംഗിയായിട്ട് പറയാറുണ്ട്. എന്നാലും ഞങ്ങൾക്കത് എന്തോ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് മാറ്റണം എന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു പണ്ടത്തെ ഒരു കാര്യം പറയുകയാണ് കേട്ടോ. ഞാനൊരു ശകുന്തള സിനിമ കാണാൻ പോയൊരു കഥയും കൂടെ പറയുകയാണ് കേട്ടോ. പ്രിയതമ്മ എന്നുള്ള പാട്ടിനിടയിൽ ശകുന്തള മാനിനെ പിടിക്കുന്നതും മാന പോകുന്നതും മാൻകുട്ടി ശകുന്തള പോകുമ്പോൾ തടഞ്ഞു വെക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു സീനുണ്ടല്ലോ. അത് വളരെ പിന്നെ മനസ്സിൽ ആകർഷിച്ച ഒരു സീനാണ്. വീട്ടിലെ പശുക്കുട്ടീനോട് ആ സമയത്ത് എനിക്കിഷ്ടം തോന്നി, വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അപ്പോൾ വീട്ടിൽ വന്ന ഉടനെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആ പാട്ടും പാടി കിടന്നുറങ്ങായിരുന്ന പശുക്കുട്ടീനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പ്രിയതമ്മ പ്രിയതമ്മ എന്നുള്ള പാട്ടും പാടി. പശുക്കുട്ടി പേടിച്ച് ഒരൊറ്റ ചാട്ടം ചാടി. അതോടുകൂടെ ഞാൻ പുറത്തേക്ക് വീണുപോയി. അങ്ങനെ കെട്ടിയിട്ട ആ ഭാഗത്തു നിന്ന് പുറത്തേക്ക് തെറിച്ച് വീണു. കുറച്ച് നേരത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായി. കാലിനൊക്കെ ചെറിയ പരിക്കൊക്കെ പറ്റി. പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനോട് ചോദിച്ചു ചക്രിയതമ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇപ്പം വാക്കല്ല പ്രശ്നം, പാട്ടുമല്ല പ്രശ്നം. സുഖമായിട്ട് കിടന്നുറങ്ങുകയാണല്ലോ. അപ്പം പെട്ടെന്ന് പാട്ട് കേട്ട് അതിനെ കെട്ടിപ്പിടിച്ച